ഈ കാണുന്നത് ഒരു സൈക്ലിക് ടൈമറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സൈക്ലിക് ടൈമറിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിലുള്ള ഒരു സൈക്ലിക് ടൈമർ വെച്ച് ഞാനിതിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ ചെയ്യുന്നതാണെന്ന്. ഇപ്പോൾ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ കെ ടെക്നിക്കൽ മലയാള യൂട്യൂബ് ചാനൽ. എ കെ ടെക്നിക്കൽ മലയാള യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അഭിലാഷ്. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകൾ കൂടുതൽ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായി പകർന്നു വരുന്നതിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.techforyu.com എന്നാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും പകർന്നു നൽകുന്നു. വോയിസ് കൺട്രോളിന്റെ LART2 എന്ന ഒരു സൈക്ലിക് ടൈമറാണിത്. ഇതിന്റെ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതിൽ A1 B1 എന്നിവ ഒരു വയർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓഫാണ് വരുന്നത്. നോർമൽ A1 A2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓൺ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഓൺ ഓഫ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് A1 B1 കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ഓൺ, പിന്നെ ഓഫ്, ഓൺ, അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കോയിൽ വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 12 വോൾട്ട് മുതൽ 230 വോൾട്ട് AC-യും DC-യും കൊടുക്കാവുന്ന ഒരു ടൈമറാണിത്. ടൈം സെറ്റിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. T 0.1 സെക്കൻഡ് മുതൽ 100 അവർ വരെ സെറ്റ് ചെയ്യാവുന്ന ടൈമറാണ് ഈ കാണുന്നത്. കൂടാതെ AC1 250 വോൾട്ട് 8 ആംപിയർ എന്ന് എഴുതിയിട്ടുണ്ട്. AC15 250 വോൾട്ട് 3 ആംപിയർ വരെ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. DC1 കണക്ട് ചെയ്യുന്നതെങ്കിൽ 25 വോൾട്ട് 8 ആംപിയർ വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സെറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇത് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാനാണ്. ഇവിടെ സെക്കൻഡ്, മിനിറ്റ്, ഹവർ എന്നിവ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് T ഓൺ എന്ന ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് നോബ്. ടൈമർ ഓഫ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ രണ്ട് നോബുകൾ. അതും സെക്കൻഡ്, മിനിറ്റ്, അവർ എന്നിവ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാനും ഇത് റിലേയുടെ ഒരു ഇൻഡിക്കേഷനാണ്. ഇതിൽ നിങ്ങൾ കാണാം 15, 16, 18 ഇത് ഒരു റിലേ പോയിൻ്റാണ്. അതായത് 15 കോമൺ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് 15 കോമൺ ആയിരിക്കും. 16 NC, 18 നോർമൽ ഓപ്പണുമായിരിക്കും, അതായത് NO ആയിരിക്കും. ഇത് ഇവിടെ താഴെ അടുത്ത റിലേ കോൺടാക്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. 25 കോമൺ പോയിൻ്റ്, 26 NC, 28 നോർമൽ ഓപ്പൺ, അതായത് NO. രണ്ട് റിലേ കോൺടാക്റ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു കോൺടാക്റ്റ് ഉപയോഗിച്ചാൽ മതിയാവും. മിക്ക ഫംഗ്ഷനിലും നമ്മൾ ഒരു റിലേ പോയിന്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ചില സന്ദർഭങ്ങളിൽ മാത്രം രണ്ട് കോൺടാക്റ്റുകളും ഉപയോഗിക്കാറുണ്ട്. A1 A2 നോർമലി ഫേസ് ന്യൂട്രൽ കൊടുക്കാം. 230 വോൾട്ടോ 12 വോൾട്ടോ DC-യോ AC-യോ ഏത് വേണമെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. A1 B1 കൂടെ ലൂപ്പ് ചെയ്തിട്ട് A2 ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് AF എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കണക്ഷൻ കൊടുത്ത് നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാകുന്നതാണ്. ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ രണ്ട് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ചാണ് ഞാനിത് കണക്ട് ചെയ്ത് കാണിക്കുന്നത്. കൂടാതെ ഇത് റെയിൽ മൗണ്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇതുപോലെ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അത് നമുക്ക് A1 A2 കണക്ട് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് B1 കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. A1 ഫേസും A2 ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേഷൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതെന്താണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ കോയിലിലേക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ഇവിടെ ഗ്രീൻ ഇൻഡിക്കേഷൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റിലേ കോൺടാക്റ്റുകൾ ഓൺ ഓഫ് ആകുന്നതിൻ്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം. ഇതിപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡിലാണ്. നമുക്ക് ഈ ഓഫ് ടൈം നമുക്ക് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം ഇതെന്താണെന്ന്. ഇപ്പോൾ ഞാനിത് മിനിറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് ടൈം നമ്മൾ ഇവിടെ 0.1 to 1 വെച്ചിരിക്കുന്നത്. അതായത് 6 സെക്കൻഡിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ 10% വെച്ചിരിക്കുന്നത്. അതായത് 60 സെക്കൻഡിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 സെക്കൻഡാണ്. 6 സെക്കൻഡിന് ശേഷം മാത്രമേ ഇത് മാറി വർക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഫ് ടൈം 6 സെക്കൻഡാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓൺ ടൈമും ഞാനിത് മിനിറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 0.1 to 1 മിനിറ്റിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം 6 സെക്കൻഡിന് ശേഷം ഇത് ഓണാകും. തുടർന്ന് 6 സെക്കൻഡിന് ശേഷം ഇത് ഓഫ് ആകുന്നതായും കാണാം.
ഇത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഉള്ള മോട്ടോറുകൾക്കൊക്കെയാണ് സൈക്ലിക് ടൈമർ ഉപയോഗിക്കുന്നത്. അതായത് 24 ഹവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോറുകൾക്ക്, പമ്പുകൾക്കൊക്കെ ഇതുപോലെയുള്ള സൈക്ലിക് ടൈമറുകൾ വെച്ച് കൊടുത്താൽ അതിൻ്റെ ഓഫ് ടൈമും ഓൺ ടൈമും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് മാറി മാറി വർക്ക് ചെയ്യണമെങ്കിലോ ഒരു മോട്ടോർ മാത്രമാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഓഫ് ടൈം നമുക്ക് എത്ര നേരം വെക്കണമെന്ന് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ റിലേ പോയിന്റിൽ നിന്നും അതിൻ്റെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. 2 പമ്പ് മാറി മാറി ഓടാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കാം. അതുകൂടാതെ ഒരു പമ്പ് മാത്രം നമുക്ക് ഓഫ് ടൈമും ഓൺ ടൈമും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഡിക്കേഷൻ കണക്ട് ചെയ്താൽ നിങ്ങൾക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇൻഡിക്കേഷൻ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ തുടർന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ 25ലേക്ക് ഞാനിവിടെ ഫേസ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 26ൽ ഈ കാണുന്ന ഇൻഡിക്കേഷനും 28ൽ ഈ ഇൻഡിക്കേഷനുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 15ലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും സെയിം റിലേ ഫംഗ്ഷനാണ്. 2 റിലേ പോയിന്റ് ഉണ്ടെന്ന് മാത്രം. ചില ടൈമറുകളിൽ ഇതുപോലെ ഒരു സെറ്റേ കാണുകയുള്ളൂ. ഇതിൽ 2 സെറ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ രണ്ടിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് 25ലും 26ലും 28ലുമാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. 25 കോമൺ, അതായത് ഫേസ് സപ്ലൈ ഇതിൽ കണക്ട് ചെയ്തു. ഔട്ട് എടുക്കാൻ വേണ്ടി 26ലും 28ലും ഓരോ ഇൻഡിക്കേഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ടൈമറെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അത് സെലക്കിൻ്റെ ഒരു ടൈമറാണ്. അതിൽ ഇതുപോലെ ഫംഗ്ഷനല്ല, അത് 2 ഡയലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കിതിൽ കാണുന്ന പോലെ ഇതുപോലെയാണ്, 2 ഡയലുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫംഗ്ഷനുകളെല്ലാം അതിൻ്റെ ഡിപ്പ് സ്വിച്ച് വഴിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ കാണുന്ന പോയിന്റ് ഇവിടെ മിനിറ്റിലാണ്. പോയിന്റ് 1 to 1ലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഓൺ ടൈമും മിനിറ്റിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10% ആണ് രണ്ടിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 സെക്കൻഡ് മാറി മാറി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 10% വെച്ച് കഴിഞ്ഞാൽ 60/10 എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് വരും. അതാണിപ്പോൾ നമ്മളിവിടെ 10% വെച്ചിരിക്കുന്നത്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം റിലേ ഓൺ ആയിട്ടുണ്ട്. ഓൺ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ആകുമ്പോൾ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 28 ആണ് ആദ്യം വർക്ക് ചെയ്തത്. ഓൺ ഫംഗ്ഷനാണ് ആദ്യം വർക്ക് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് പവർ സപ്ലൈ വന്നാൽ ഉടൻ തന്നെ ഓൺ ഫംഗ്ഷനാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഇൻഡിക്കേഷൻ ആദ്യം വർക്ക് ചെയ്യും. 28ലേക്ക് കോൺടാക്റ്റ് പിടിക്കുന്നതാണ്. നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റിലേയുടെ ഇൻഡിക്കേഷൻ ഇവിടെ കാണാം. ഇതാണ് ആദ്യം വർക്ക് ചെയ്തത്. അതായത് 28ലാണ് ഇപ്പോൾ സപ്ലൈ വന്നത്. 6 സെക്കൻഡിന് ശേഷം 26ലേക്ക് ഇത് മാറി പിടിക്കും. അതായത് നോർമൽ ക്ലോസിലേക്ക് തന്നെ പോകും. അതായത് ഓഫ് ടൈമാണിത്. നമുക്ക് കാണാം ഇവിടെ 6 സെക്കൻഡിന് ശേഷം ഇത് മാറി മാറി വർക്ക് ചെയ്യുന്നതായി. ഈ ഓഫ് ടൈം നമ്മളിപ്പോൾ 100%ലേക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം 100%ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 26 നോർമൽ ക്ലോസ് 1 മിനിറ്റ് വർക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് മാറി പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ റിലേ ഓണാണ്. 1 മിനിറ്റ് ഈ ഓഫ് ടൈം കഴിഞ്ഞിട്ട് ഓൺ ടൈം 6 സെക്കൻഡാണ്. വീണ്ടും ഇതിലേക്ക് 6 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് തന്നെ സപ്ലൈ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും മാറി മാറി നമുക്ക് എത്ര സമയം വേണമെങ്കിലും മാറി മാറി സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓഫ് ടൈം നമുക്ക് 100 അവർ വരെ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ നോബ് തിരിച്ച് ഈ 100ൻ്റെ അവിടെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് 100% വെച്ച് കഴിഞ്ഞാൽ 100 അവർ ഇത് ഓഫ് ടൈമിൽ പോകും. അതുപോലെ തന്നെ ഓൺ ടൈമും അതുപോലെ നമുക്ക് 100 അവർ സെറ്റ് ചെയ്യണമെങ്കിൽ 100 അവർ സെറ്റ് ചെയ്യാം. 10 അവർ സെറ്റ് ചെയ്യണമെങ്കിൽ 10 അവർ സെറ്റ് ചെയ്യാം. അതായത് പെർസെൻറ്റേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇതിൽ സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് 20ലേക്ക് വെച്ച് നോക്കാം. 20ൽ വെക്കുമ്പോൾ 20% ആണ്. അതായത് 1 മിനിറ്റിൻ്റെ 20% ഇത് മാറി മാറി വർക്ക് ചെയ്യുന്നത്. അതായത് 12 സെക്കൻഡ് ഇത് മാറി മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാണാം 12 സെക്കൻഡാണ് ഇതിപ്പോൾ വർക്ക് ചെയ്തത്. 12 സെക്കൻഡിന് ശേഷം ഇത് വർക്ക് ചെയ്തു. 12 സെക്കൻഡിന് ശേഷം മാറി ഇത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്കത് നേരെ സെക്കൻഡിലേക്ക് മാറ്റി നോക്കാം. നിങ്ങൾക്ക് കാണാം ഇത് മാറി മാറി വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ 20% ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇത് 10%ലേക്ക് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നതാണ്. നിങ്ങൾ കണ്ടിരിക്കും. ഇപ്പോൾ 10%ലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പീഡ് കൂടുന്നതായി കാണാം. ഇപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ 50% ഒക്കെയാണ്. ഇവിടെ 100% നമ്മൾ ഓഫ് ടൈം 100% വെച്ചു. അപ്പോൾ ഇത് കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നതായി കാണാം. നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ A1ൽ നിന്നും B1ലേക്ക് ലൂപ്പ് ചെയ്യാനുള്ള ഒരു ലൂപ്പാണ് ഈ കാണുന്നത്. ഓഫ് ടൈം ആദ്യം വർക്ക് ചെയ്യുന്നതിനായി ഇത് കണക്ട് ചെയ്താൽ ഇത് ഓഫ് ടൈം ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യുന്നത്. A1 A2ൽ ഫേസ് ന്യൂട്രൽ A1ൽ നിന്നും ഒരു ലൂപ്പ് എടുത്ത് നമ്മൾ B1ലേക്കാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഈ ലൈറ്റാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ആദ്യം വർക്ക് ചെയ്തത്. അതിനുശേഷം മാത്രമേ
ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. അതായത് എപ്പോൾ ഇത് ഓൺ ചെയ്താലും ആദ്യം ഈ ഓഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഇത് B1-ൽ നമ്മൾ ലൂപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഓഫ് ഫംഗ്ഷൻ ആദ്യം വർക്ക് ചെയ്യുന്നത്. അതേസമയം ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുത്താൽ ഉടൻ തന്നെ ഓൺ ഫംഗ്ഷനാണ്, അതായത് നോർമൽ ഓപ്പൺ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇതാണ് ആദ്യം വർക്ക് ചെയ്തത്, അതായത് 28-ലേക്കാണ് ആദ്യം സപ്ലൈ വന്നത്. ഇതിൽ നമുക്ക് 2 മോട്ടറുകൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മോട്ടറുകൾ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ടൈമർ ഉപയോഗിക്കാവുന്നതാണ്. ഒരു മോട്ടറാണെങ്കിലും നമുക്ക് ഓഫ് ടൈം സെറ്റ് ചെയ്യാം, ഓൺ ടൈമും ഇതിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എന്നെ അറിയിക്കണം, എങ്കിൽ മാത്രമേ എനിക്കത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. ഹൗസ് വയറിംഗ് പോലെയല്ല, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ അറിവ് നേടണം. അതിനുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.